റാഷിദോട്ടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് തെരുവ് കൂടെ വീണ വായിച്ച് നടക്കേണ്ട റാഷിദ്. നമ്മളപ്പം ഇന്ന് മറൈൻ അക്വേറിയത്തിൻ്റെ ഉൾവശത്താണുള്ളത് കേട്ടോ. മൈസൂർ പാലസിൻ്റെ അവിടെ നമ്മൾ റൂം എടുത്തു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മറൈൻ അക്വേറിയം ഉണ്ടായിരുന്നു. ആ മറൈൻ അക്വേറിയത്തിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ചാടി അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫ്യൂംസ് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെന്നുള്ളത് അറിയില്ല. എന്തോ ഒരു സെറ്റപ്പ് ചെയ്തേക്കാണ്. സാധാ പച്ചവെള്ളമാണ്. ഞങ്ങൾ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇവിടെ ബ്ലഡ് പാരറ്റ്, ചൈൽഡ്, പിന്നെ അതുപോലെ സിൽവർ ഡോളർ, ലാർജ് അസോർട്ടഡ് പീക്കോക്ക്, ചില്ലി ബാഗ്, ഈ ജാതി ഫിഷുകൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, വായിക്കാൻ പറ്റണല്ല. അപ്പോൾ അങ്ങനത്തെ ഫിഷുകളായിട്ടുള്ളൊരു അടിപൊളി അക്വേറിയം ഇവിടെ ഉണ്ട്. സെറ്റാണ് കേട്ടോ സംഭവം. നല്ല ഭംഗിയുണ്ട്. ആൾക്കാർ തൊട്ടിട്ടുള്ള കുറച്ച് പാടുകൾ മാത്രമേ ഉള്ളൂ. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി സെറ്റ്. അത്യാവശ്യം നല്ല സൈസുള്ള മീനുകളാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. നമുക്ക് ഇവിടെ നിന്നിട്ട് കണ്ടില്ലേ, ഗ്രീൻ സ്ക്രീൻ ഉണ്ട്. ഇവിടെ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ ഈ കാണുന്ന രീതിയിൽ അവർ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി തരും നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു സെറ്റപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഗോൾഡ് ഫിഷും കാര്യങ്ങളും, ആരാപ്പയും അല്ല എന്താ പറയുക, കോഴിക്കാർപ്പ് മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 2 മീനുകളുടെ വായന്ന് വെള്ളം ചാടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു മലമുകളിൽ നിന്നൊരു വെള്ളച്ചാട്ടം, ശരിക്ക് ഒരു വാട്ടർഫാളിൻ്റെ ഫീലിംഗ് ആണ് അത് നോക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, നല്ല എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഭവം. ഒറിജിനൽ സ്റ്റോൺ ആണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാതും ഒന്നിടവിട്ടിട്ട് സംഭവങ്ങളുള്ളത്. ഇവിടെ സെർവറംസ് ഓർ ബാൻഡഡ് കിച്ചിൽ, അങ്ങനെയാണ് ഈ ഫിഷിൻ്റെ പേര് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ പിങ്ക് ടെയിൽ ചാലീഷ്യസ് അങ്ങനെ എന്തോ ഒരു ഫിഷ് അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ ഫ്രണ്ട്സ്. ആർക്കെങ്കിലും ഇനി അതിൻ്റെ ശരിക്കും പ്രൊണൗൺസിയേഷൻ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പൂസും അബിയും കൂടെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കളിയാണ്. അവിടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഞങ്ങളിതിൻ്റെ കൂടെ തന്നെ സ്നോഫോളിൻ്റെ ഒരു മീൻസ് സ്നോ ഹൗസോ അങ്ങനെ എന്തോ ഒരു സംഭവം, അതിൻ്റെ അവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് മാർക്കറ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊരു ഇതെടുക്കുന്ന സമയത്ത് ഫൺ വേൾഡ് പറഞ്ഞിട്ടൊരു വാട്ടർ പാർക്ക് ഉണ്ട്. ആ വാട്ടർ പാർക്കിൽ 20% ഡിസ്കൗണ്ടിൽ നമുക്ക് കയറാൻ പറ്റും. 20% ഡിസ്കൗണ്ടാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള അക്വേറിയമാണ് കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. സൗണ്ട് എത്രത്തോളം കേൾക്കുന്നത് അറിയില്ല.
ഇനി അങ്ങോട്ട് അടുത്തത് നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാണ്. ഇത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കണ്ടപ്പം ഉണ്ടാക്കിയ ഒരു സംഭവമാണെന്ന് വിചാരിച്ചിരുന്നു. ഉള്ളിൽ വന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇത് ശരിക്കും ഇവിടെ ഒറിജിനലായിട്ട് സ്ഥിരമായിട്ട് ഫിക്സഡ് ആണെന്നുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ചെറിയൊരു സംശയം കൂടെ ഞാൻ കാണിച്ചു തരാം. അല്ലേ, ഇതാണ് ബോൾട്ട് ചെയ്തിട്ട് ഫുള്ള് സാധാ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലത്തെ എന്തോ ഒരു സംഭവം വെച്ചിട്ടൊക്കെ ചെയ്തേക്കണതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബിൽഡിങ് അവരങ്ങനെ എടുത്തിട്ട് ഒരു ബിൽഡിംഗ് ആണിത് അല്ലേ റാഷി? ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ് അവരെടുത്തിട്ട് വർക്ക് ചെയ്തതാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വേണമെങ്കിൽ മാറാം പറ്റുന്നൊരു സെറ്റപ്പ്. അടുത്തത് ഫുള്ള് മറൈൻ ഫിഷുകളാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് അക്വേറിയത്തിൽ കൂടുതലുള്ളത്. കണ്ടില്ലേ? ആ, ഇത് ലെൻസ് ഗ്ലാസ് പോലത്തെ എന്തോ ഒരു സംഭവം എന്നാണ് റാഷി പറയണത്. അതായത് മീനുകൾക്ക് ഇത്രയും വലിപ്പമില്ലാത്ത മീനുകളാണെന്ന് വലിപ്പം കൂടി കാണിക്കണതാണ്. ഒക്കെ നല്ല എന്താ പറയുക മറൈൻ അക്വേറിയംസ് ആണ്. നല്ല ഭംഗിയുണ്ട് സംഭവം. കൊഞ്ച് താഴെ ആ മരത്തിൻ്റെ ഇടയിൽ നമുക്ക് കൊഞ്ചാണ് തോന്നുന്നത്, വലിയ കൊഞ്ച്. അതൊരു കൊഞ്ചാണോ എന്നൊരു സംശയമുണ്ട് അല്ലേ? കൊഞ്ചല്ലേ? ചെമ്മീൻ്റെ വലുതല്ലേ? യെസ്, ചെമ്മീൻ്റെ വലുത് തന്നെ ഉണ്ടോ. പക്ഷെ ആൾ പുറത്തല്ല, അകത്താണ്, ഒളിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു വെള്ളച്ചാട്ടം അതാണ് ഈ കാണുന്നത് കേട്ടോ. എന്തായാലും ഇതൊരു വാടകയ്ക്ക് എടുത്തതാണെങ്കിലും ഇത്രയധികം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കണം ആദ്യം. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് എടുത്തിട്ട് പോകുമ്പം കുറച്ചൊരു ഇതാണ്. പിന്നെ 2 ന്യൂലി കപ്പിൾസ് ആണെന്ന് തോന്നുന്നുണ്ട്, അവരുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ. നമ്മുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാഷി അടുത്തത് ഫുള്ളിങ്ങനെ ഒരു ക്യൂബ് പോലെ അതിൻ്റെ ഉള്ളിൽ കുറേ ഫിഷുകളെ ഇടുക്കിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അതുപോലെ തന്നെ അപ്പം ഇവിടെ ഒരു മിറർ ഹൗസ് പോലത്തെ സംഭവം ഉണ്ടോ അല്ലേ? അപ്പം വരുന്നവരുടെയൊക്കെ റിഫ്ലക്ഷൻ കണ്ടോ. റാഷി 2ആയി. ഇതുണ്ട്, ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ ഫിഷുകളാണ്. ഇത് ഒരുപാട് ഉണ്ട് തോന്നുകയാണ് കേട്ടോ നമുക്ക്. ഇവിടെ ഫുള്ള് മിററാണ്, ആ മിററിൻ്റെ റിഫ്ലക്ഷനാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ ജെല്ലി ഫിഷ് തന്നെയാണ് അത്. ആ ജെല്ലി ഫിഷ് ഇതാട്ടോ ഇവിടെ വേറെ ഉണ്ട്. ഓക്കെ, ഇവിടെ അതാ അഗെയിൻ ജെല്ലി ഫിഷ് ഇതാണ്ടല്ലേ, പിന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് ജീവനുണ്ടോയെന്ന് സംശയമുള്ളവർക്ക് കണ്ടോട്ടോ. ഓക്കെ അല്ലേ, ബാക്കി കംപ്ലീറ്റ് മിററിങ് സെറ്റപ്പാണ്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതലുള്ളതായിട്ട് തോന്നുന്നത്. കണ്ടില്ലേ, അടുത്തത് കണ്ടില്ലേ, ഇതാ ഫുള്ള് നിറച്ചിട്ടേക്കാണ് മീനുകൾ കേട്ടോ. കണ്ടോ, അതുണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ബിരുദന്മാരുണ്ട്. റാഷി ഇപ്പം ക്യാമറ വെള്ളത്തിലേക്ക് ഇടുമോ ഇടില്ലേ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്.
ഇവിടെയൊക്കെ AC കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് സംഭവം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നട്ടെ ഇത് സ്ഥിരം ഉള്ളതായിരിക്കും. ഇവിടെ ഫുള്ള് ആർട്ട് വർക്കാണ് മെയിൻലി. കണ്ട ഒരാമ ഇപ്പം നീന്തി വരും കേട്ടോ. കണ്ട 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 നമ്മുടെ കല്ലിൻ്റെ മുകളിൽ ഒരു ആമ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉറക്കത്തിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. Milky White. ആ ബാഗിൽ നിന്ന് ഇതിൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ടാവും എടുക്കും. ഇതിൻ്റെ ബാഗ് നമ്മൾ സംസാരിക്കണ വോയിസ് എത്രത്തോളം ഇതിൽ കേൾക്കും നോക്കി. ഈ വെള്ളം കുമിളകളായിട്ട് പൊങ്ങണല്ലേ, അത് കണ്ടോട്ടോ. രസമാണത്. മറ്റേ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന പോലെ എന്താ പറയുക, നൈസാട്ടോ. പൈപ്പ് കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കാണ് ഇതിൻ്റെ അടിയിൽ. എടാ ആ ഇത് കൊടുത്തേക്കണുണ്ടോ, ഈ പൈപ്പ് കണ്ടോ? എന്താ അറിയോ, ഫിൽറ്ററിൻ്റെ മുകളിൽ കൊടുത്തിട്ട് അവിടെ പോയി ഗിൽറ്റ് വരില്ലേ, ഗിൽറ്റ് അതേപോലെ വെള്ളം വന്നു. അവൻ അങ്ങടെ ഓടിയില്ല. ഇന്നത്തെ ഫുള്ള് വീഡിയോസിൻ്റെ ക്യാമറ ചലിപ്പിച്ച് റാഷിദാണ്. ഫുള്ള് ആർട്ടാണ് ഇവിടെ. നമുക്കിനി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അരാപ്പൈമല്ല മറ്റേ മറ്റേ കോഴിക്കാർപ്പിന് ഫീഡ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ കോഴിക്കാർപ്പിന് ഫീഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. കൈ അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്ക്. ഇല്ല, കോഴിക്കാർക്ക് കൈമ കടിക്കില്ല. നിനക്ക് തരാം.
അങ്ങനെ ഇട്ട് കൊടുക്കാൻ എന്തിനാ? ഫ്രണ്ട്സ്, ഇറ്റങ്ങൾ കടിക്കണ പോലെയാണ്, പക്ഷെ കടിക്കില്ല കേട്ടോ. ഫ്രണ്ട്സ്, ഏറെക്കുറെ നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞോട്ടാ. നമ്മളിത് ആരാപ്പയ്മ പറഞ്ഞിട്ട് ഇതാ അരിയേറ്ററോ ആരാപ്പയ്മ ഏതാണത് എഴുതിയിട്ടില്ല. അബി ഫ്രണ്ട്സ് നോയിക്കോട്ടോ, അതിന്റെ പേര് ഇപ്പം അബി പറഞ്ഞുതരുവേ, നോയിക്കോ. ഇതേത് മീനാടാ? അരോണ. ആരാപ്പയ്മ അല്ല, അവിയേറ്ററും അല്ല. അബി ഇതിപ്പുറത്ത് കാണുന്നത് ഏതാടാ? ഇത് സ്ക്രീനായിരുന്നോ? ഊര എന്തിന്? ഇല്ല, അത് ഇനി അപ്പുറത്ത് വേറെ നനയാണ്ട്, അത് കഴിഞ്ഞിട്ട് ഊരാ. അപ്പുറത്ത് ഇനി നനയാണ്ടേ, അത് കഴിഞ്ഞിട്ട് ഊരാ. നിൽക്കി ഇത് സീബ്ര തിലാപ്പിയ ഉണ്ടോ? സീബ്ര തിലാപ്പിയ. റാശി വാടാ. ഏതറാ ആ മീൻ നമ്മളെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു. എവിടെ? അതാ വരുന്നു. പുറത്തേക്ക് വരാൻ പറ്റില്ല അല്ലേ? അയ്യോടാ. സക്കറല്ലേ? ഈ സക്കറിന്റെ ഡിഫറെന്റ് ടൈപ്പ് സാധനം കേട്ടോ അല്ലേ? ഇതിന്റെ കളർ നോക്ക്. അപ്പുറത്ത് അബി അപ്പൂസും വീണ്ടും മീനിനെ ഇതാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അബി അപ്പൂസിനിട്ട് ഒരെണ്ണം കൊടുത്തു, അതിനുള്ള തിരിച്ചിപ്പോൾ കിട്ടും. കൈ വെച്ചെടുത്ത പേരുണ്ടോ? ഫ്രണ്ട്സ്, ഇവിടെ അവർ കുളിക്കുകയാണ് കേട്ടോ, കുളിച്ചോണ്ടിരിക്കണേ. പാടത്തൊക്കെ ഉണ്ടാവണ പോലെ വരുന്നില്ലല്ലോ ഇവിടെ. ഇവിടെ ഒരു വരുന്നില്ലല്ലോ തിന്നാൻ. ഓക്കെ.